ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിഷയം എന്താണെന്ന് വെച്ചാൽ വീട് വയ്ക്കുന്നവർക്കും കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നവർക്കും കെട്ടിട നിർമ്മാതാക്കൾക്കൊക്കെ സന്തോഷം നൽകുന്നൊരു വിഷയമാണ്. കെട്ടിട നിർമ്മാണത്തിന് നമ്മൾ പെർമിറ്റ് എടുക്കുന്നതിനുള്ള ഫീസ് വളരെ നന്നായി കുറച്ചിരിക്കുന്നു. അതായത് 50% മുതൽ 60% വരെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ കുറച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. കൂടാതെ വീടിന് നികുതി അടയ്ക്കുമ്പോൾ ഇനി മുതൽ നികുതി അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇളവ് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് നികുതി ഇളവ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഫീസ് അടച്ചവർക്ക് പെർമിറ്റ് ഫീസ് 2023 വർധനവിൽ മുതൽ ഫീസ് അടച്ചവർക്ക് എങ്ങനെ അത് റീഫണ്ട് ചെയ്യാൻ, തിരിച്ച് ആ പൈസ നമുക്ക് എങ്ങനെ ലഭിക്കും, കൂടാതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ ഈ ഒരു പെർമിറ്റ് ഫീസിന്റെ ഇളവ് എത്ര ശതമാനം വരും, ഏതൊക്കെ സ്ലാബുകളിലാണ് ഇത് വരുന്നത്, ഏതൊക്കെ തരം കെട്ടിടങ്ങൾക്കാണ് അത് ബാധിക്കുക, വീടിന്, വാണിജ്യം, വ്യവസായം എന്നീ കെട്ടിടങ്ങൾക്ക് അത് എത്ര ശതമാനം വരെ നമുക്ക് ഫീസ് ഇളവ് ലഭിക്കും, ഇനി പ്രധാനപ്പെട്ട വിവരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. എന്നിട്ട് കമൻറ്റുകളിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീട് നിർമ്മാണവും വീടിൻ്റെ കംപ്ലൈൻറ്റ്, വീടിൻ്റെ സ്ട്രക്ചർ ബലം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞല്ലോ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണത്തിനും വീട് ആവശ്യത്തിനും ഏത് കെട്ടിടത്തിനായാലും നമ്മൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ വന്നിരിക്കുന്ന പെർമിറ്റ് ഫീസിന്റെ ഇളവ് ഈ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും വന്നിരിക്കുന്നത് 50% വരെ പെർമിറ്റ് ഫീസിലുള്ള ഇളവാണ്. കോർപ്പറേഷനിൽ അതേസമയം അത് 60%, ഏകദേശം 60% വരെ ആക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2023 ഏപ്രിൽ മുതലാണ് നമ്മൾ ഈ ഒരു ഫീസ് വർധനവ്, പെർമിറ്റ് ഫീസിലുള്ള ഒരു വർധനവ് തുടങ്ങിയത്. ഇത്ര അധികം ഒരുപാട് പൈസ വർധനവ് വന്നിട്ട് ജനങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. സാധാരണക്കാരായ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ ഒരു 1000-800 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് വയ്ക്കാന്നുണ്ടെങ്കിൽ അവർ എത്രയോ രൂപ ലോണ് ബാങ്കിൽ നിന്നും അങ്ങനെ വായ്പയൊക്കെ എടുത്താവും ഉള്ളൊരു വീട് തന്നെ വെക്കാൻ അവർ ബുദ്ധിമുട്ടിയിരുന്നത്. അപ്പോൾ നല്ലൊരു അടിയായിരുന്നു, കനത്തൊരു അടിയായിരുന്നു ഈ ഒരു പെർമിറ്റ് ഫീസ് തന്നെ. തുടക്കത്തിൽ തന്നെ വലിയൊരു പൈസ, അത് മുന്നുണ്ടായിരുന്നേക്കാൾ വലിയൊരു ശതമാനത്തിൽ വർധനവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിൽ ഉള്ള ആൾക്കാർക്ക്, കെട്ടിട നിർമ്മാതാക്കൾക്ക്, ബിൽഡേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴും 2023 ഏപ്രിൽ ഈ ഒരു വർധനവ് വന്നപ്പോഴും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ് പെർമിറ്റ് ഫീസ് വാങ്ങുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം ഈ ഒരു അവസ്ഥയിലും. അപ്പോൾ ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിൽ നിന്ന് വീണ്ടും കുറച്ചിരിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്നത് ഈ 2023 ഏപ്രിൽ വരെ വളരെ ചുരുങ്ങിയ ഒരു തോതിലായിരുന്നു പെർമിറ്റ് ഫീസ് വാങ്ങിയിരുന്നുണ്ടായിരുന്നത്. അത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷനുകളിലെല്ലാം. ഇപ്പോഴും 2023 ഏപ്രിലിന് ശേഷവും അന്ന് വന്ന നിയമം അനുസരിച്ചിട്ടും 80 m² വരെ, അതായത് ഏകദേശം 860 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ഫീസ് വേണ്ട. 860 m² വരെയുള്ള ബിൽഡിംഗ് വീട്, 860 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിംഗ് നമ്മൾ വീട് വെക്കുകയെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഫീസിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്നത് 81 m² മുതൽ ഏകദേശം 871 മുതൽ 1614 വരെയുള്ള സ്ക്വയർ ഫീറ്റ് വീടുകൾക്ക് 81 m² ടു 150 m² എന്ന് പറയുമ്പോൾ അതായത് 871 സ്ക്വയർ ഫീറ്റ് മുതൽ 1614 സ്ക്വയർ ഫീറ്റ് വരെ. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്ക് നമുക്ക് ബിൽഡിങ്ങിന് പെർമിറ്റ് ഫീസ് വേണം. അതായത് നമ്മൾ 870 സ്ക്വയർ ഫീറ്റ് മുതൽ 1614 സ്ക്വയർ ഫീറ്റ് വരെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ 1% ഒരു സ്ലാബിലാണ് ആ ഘട്ടം വന്നിരുന്നത്. പിന്നെ നമ്മൾ 1614 മുതൽ 3228 വരെ വരുന്ന ബിൽഡിങ്ങുകളുടെ നിർമ്മാണത്തിന് നമ്മൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടത് ഒരു സ്ലാബിലാണ് വരിക. അതിനുശേഷം 3228 മുകളിൽ വരുന്നതിന് അനുസരിച്ച് നമ്മൾ പെർമിറ്റ് ഫീസ് വേറെ കൊടുക്കണം. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രകാലം ഈ 2023 വർദ്ധിപ്പിച്ച ഫീസ് നമ്മൾ കണക്കിലെടുക്കാന്നുണ്ടെങ്കിൽ അത് 50 രൂപ വെച്ചിട്ടായിരുന്നു പഞ്ചായത്തുകളിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 50 രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് അത് 25 രൂപ ആയിട്ടാണ് കുറച്ചിട്ടുള്ളത്, നേർപകുതി. അതായത് 50%. പഞ്ചായത്തുകളിൽ 50 രൂപ എന്നുള്ളത് m²ന്, 50 രൂപ എന്നുള്ളത്, അതായത് 860 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വാങ്ങുമ്പോൾ. അപ്പോൾ ആ ഒരു പൈസ നമ്മൾ 50 രൂപ എന്നുള്ള ഫീസ്, അത് 860 എന്ന് പറയുമ്പോൾ നമ്മളത് സ്ക്വയർ ഫീറ്റ് കണക്കാണ്. അതിൻ്റെ m² 81 എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം.
അപ്പോൾ 81 ഇൻറ്റു നമ്മൾ അതിന് മുകളിലേക്ക് എത്ര സ്ക്വയർ ഫീറ്റ് M² ബിൽഡിംഗ് വരുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും മേടിക്കുക. കാരണം ഈ M² ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അവരേതായ ബിൽഡേഴ്സും എല്ലാം നമ്മൾ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഭാഷയാണ് M². സാധാരണക്കാർ സ്ക്വയർ ഫീറ്റ് കണക്കിലായിരിക്കും പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് M² ഇൻറ്റു 50 രൂപ ആയിരുന്നു ഇത്ര കാലം. ഇപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ അത് 25 രൂപയായിരിക്കും. 50 രൂപ എന്നുള്ള 25 രൂപയായിരിക്കും. അതേസമയം നമ്മൾ മുനിസിപ്പാലിറ്റികളിൽ ഒരു M²ന് 70 രൂപ, 70 രൂപ എന്നുള്ള നേരെ 35 രൂപ. ഇനി വരുന്നത് ഇപ്പോൾ കോർപ്പറേഷനുകളിലാണ് ഈ 60% ഇളവ് വന്നിരിക്കുന്നത്. 100 രൂപ എന്നുള്ള M²ന് 100 രൂപയാണെങ്കിൽ അത് നേരെ 40 രൂപയിലേക്കും പോയി. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ 81 മുതൽ 300 M² വരെയുള്ള നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് ഫീസിൽ ഇളവ് വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു 81 മുതൽ 150 M² വരെയുള്ള നിർമ്മാണങ്ങൾക്കാണ്, അതായത് 860 മുതൽ 1614 വരെയുള്ള നിർമ്മാണങ്ങൾക്കാണ് നമ്മൾ പെർമിറ്റ് ഫീസ് ഇളവ് വന്നിരിക്കുന്നത്. ഇനി അതിന് മുകളിലേക്ക് പോവാന്നുണ്ടെങ്കിൽ, അതായത് 1614 സ്ക്വയർ ഫീറ്റ് തൊട്ട് 3228 സ്ക്വയർ ഫീറ്റ് വരെ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെർമിറ്റ് ഫീസിൽ വന്നിരിക്കുന്ന മാറ്റം വരുന്നതിന് മുന്നേ നമുക്ക് 2 തരംതിരിവായിരുന്നു കെട്ടിടങ്ങൾക്ക് ഉണ്ടായിരുന്നത്. വീട് പാർപ്പിട ആവശ്യത്തിന് ഒരു തരംതിരിവും, മറ്റുള്ളവ എല്ലാ തരത്തിലുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതിന് മറ്റൊരു പെർമിറ്റ് ഫീസ് ആയിരുന്നു. അങ്ങനെ 2 തരത്തിലുള്ള പെർമിറ്റ് ഫീസ് ആയിരുന്നു ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മാറ്റം വന്ന് 4 തരത്തിലുള്ള തരംതിരിവാക്കി. കെട്ടിടങ്ങളെ 4 തരത്തിൽ മാറ്റി. ഒന്ന് പാർപ്പിടം, മറ്റൊന്ന് വാണിജ്യം, ഒന്ന് വ്യവസായം, ബാക്കി മറ്റുള്ളവ. അങ്ങനെ 4 കാറ്റഗറിയായി തരംതിരിച്ചിട്ടായിരുന്നു പെർമിറ്റ് ഫീസ് അതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 സ്ലാബുകളാക്കി. ഈ 4 തരംതിരിവ് കെട്ടിടത്തിന് വന്നതിന് പുറമെ 3 സ്ലാബുകളാക്കിയിട്ടാണ് കെട്ടിടത്തിന് പെർമിറ്റ് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 860 സ്ക്വയർ ഫീറ്റ്, അതായത് 80 M² വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണത്തിന് പെർമിറ്റ് ഫീസ് ഇല്ല. ഈ 81 മുതൽ, അതായത് 860 മുകളിൽ വരുന്ന 81 M² മുതലുള്ള 1614 സ്ക്വയർ ഫീറ്റ് വരെ, അതായത് 150 M² വരെയുള്ള ബിൽഡിങ്ങുകൾക്ക് ഒരു ഫീസ്. പിന്നീട് അങ്ങോട്ട് വരുന്ന 3228 സ്ക്വയർ ഫീറ്റ് വരെയുള്ള, അതായത് 150 M² കഴിഞ്ഞ് അതിന് 1614 മുതൽ 3228, അതായത് 300 M², 80 M² ടു 150 M² വരെ ഒരു ഫീസ്. 150 M² ടു 150 M² ടു 300 M², അതായത് 3228 സ്ക്വയർ ഫീറ്റ് വരെ ഒരു പെർമിറ്റ് ഫീസ്. 3228, അതായത് 300 M² മുകളിൽ ഒരു പെർമിറ്റ് ഫീസ്. അതായത് സ്ക്വയർ ഫീറ്റ് കണക്കിലായിരിക്കും നമ്മൾ സാധാരണക്കാരൊരു ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിലായിരിക്കും നമ്മൾ വീടിൻ്റെ ഉടമസ്ഥരൊക്കെ നമ്മൾ അതിനെ ബിൽഡിങ്ങിൻ്റെ ഏരിയ ഡീൽ ചെയ്യുക. പക്ഷേ എഞ്ചിനീയേഴ്സ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ നികുതി പെർമിറ്റ് ഫീസ് അങ്ങനെയൊക്കെ ഈടാക്കുന്നതും ഏരിയ നിശ്ചയിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് M² ആണ്. അപ്പോൾ അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. M² അത് നേരെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് ഫീസ്, നികുതി എല്ലാം കണക്കാക്കുക M² വെച്ചിട്ടായിരിക്കും. അപ്പോൾ 80 M² മുതൽ 150 M² വരെ 50 രൂപയാണ് പഞ്ചായത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു നികുതി വർധനവ് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത്. ഇനിയിപ്പോൾ ആഗസ്റ്റ് 1 മുതൽ 50 രൂപ എന്നുള്ളത് എത്ര M² നമുക്ക് വീടിന് കെട്ടിടത്തിന് ഏരിയ വരുന്നു അത് 25 രൂപയാക്കി മാറ്റും. പിന്നെ നമുക്ക് അത് മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, വർദ്ധിപ്പിച്ചിരിക്കുന്ന തുക 70 രൂപയാണെങ്കിൽ ഇനി അത് പകുതിയായിട്ട് 35 രൂപയാണ്. കോർപ്പറേഷനിൽ വരുന്നത് 100 രൂപ എന്നുള്ളത് 40 രൂപയാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 60% ഒരു കുറവ് വന്നു. പിന്നെ ഇതിന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ 150 M² മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ 3228 സ്ക്വയർ ഫീറ്റ്, അതായത് 300 M² വരെ ഉള്ള, അതായത് 150 ടു 300 വരെയുള്ളതിന് 150 നിന്ന് 100 രൂപയാക്കിയിട്ട് കുറച്ചു പഞ്ചായത്ത്. അതേസമയം 200 നിന്ന് 150 രൂപയായിട്ടാണ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കുറച്ചത്. അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ നമ്മുടെ പെർമിറ്റ് ഫീസ് 58% വരെ കുറച്ചു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഇളവുകൾ. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇങ്ങനൊരു വർധനവിന്റെ ആവശ്യം എന്തായിരുന്നു. അപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറച്ച് പെർമിറ്റ് ഫീസ് വാങ്ങിയിരുന്ന സംസ്ഥാനമാണ് ഇപ്പോഴും വർദ്ധിച്ചപ്പോഴും കേരളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു പെർമിറ്റ് ഫീസ് ഈ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീസുകൾ, അങ്ങനെ മറ്റുള്ള ഫീസുകളൊക്കെ അടയ്ക്കും. അപ്പോൾ ഇത്തരത്തിൽ അടയ്ക്കുന്ന ഫീസുകൾ, നമ്മൾ പെർമിറ്റ് ഫീസായ മറ്റു ഫീസുകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളിൽ അടയ്ക്കുന്നുണ്ട്. ആ പൈസ എവിടേക്ക് പോകുന്നു അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അത് 1 രൂപ പോലും സർക്കാരിലേക്ക് പോകുന്നില്ല, അതായത് കേരള സംസ്ഥാന സർക്കാരിലേക്ക് പോകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വസ്തുത. എന്നാൽ ആ പൈസ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു?
ആ പൈസ അവിടുത്തെ പ്രാദേശിക വികസനത്തിനും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളായാൽ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാദേശിക ഫണ്ട് പോലെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഒരു രൂപ പോലും സർക്കാരിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടിന് ക്ഷാമം വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഫണ്ട് പോലെ ഒരു ഫണ്ട് സംസ്ഥാന സർക്കാർ ഇവർക്ക് നൽകുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഒരു രൂപ പോലും അവിടേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടേക്ക് സഹായത്തിനായിട്ട് ഗ്യാപ്പ് ഫണ്ട് പോലെ ഒരു പൈസ നൽകുന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഫണ്ടിന്റെ വർധനവ് കൊടുക്കേണ്ട പൈസ ഒരുപാട് വർദ്ധിച്ചു വന്നൊരു സാഹചര്യത്തിൽ ആണ് ഈ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2018 വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു ഈ ഒരു പെർമിറ്റിന്റെ ഫീസ് എങ്കിൽ 2023 ഈ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം അറിയാലോ, ഒരു പ്രളയം, കോവിഡ് ഇതൊക്കെ മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും കിട്ടേണ്ട ഫണ്ടൊക്കെ വളരെ കുറഞ്ഞു. അതുമൂലമാണ് ഇപ്പോൾ ഇങ്ങനൊരു വലിയൊരു ക്ഷാമം ഉണ്ടായതും 2018 വർദ്ധിപ്പിക്കാതെ 2023 ഇത് മാറ്റിവെച്ചതും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന വിഷയം, കൂട്ടേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നത്, ധനകാര്യ കമ്മീഷനും കേന്ദ്ര ധനകാര്യ കമ്മീഷനും CAG ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ GDP-യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നഗരസഭയുടെയൊക്കെ ഒരു ഫണ്ടും തിരിച്ചു കിട്ടേണ്ട ഒരു ഫണ്ടും ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരേ അനുപാതത്തിൽ പോകണം. GDP-യും നഗരസഭകളുടെ ഫണ്ടിൻ്റെ അനുപാതം ഒരേ അനുപാതത്തിൽ പോകണം. എന്നാൽ ഇത് ഒരേ അനുപാതത്തിൽ ഇതിൻ്റെ ഒരു വളർച്ച ഉണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ നിർബന്ധിതമായിട്ട് ഈ ഒരു പെർമിറ്റ് ഫീസ് കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഗ്യാപ്പ് ഫണ്ടുകളെല്ലാം അനുവദിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരുപാട് വർധനവാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുക പറയുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡെവലപ്മെന്റ്സിനും കാര്യങ്ങൾ പ്രവർത്തനക്ഷമമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ വർധനവുണ്ടായി. അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നീട് വന്നത് 2018 കൂട്ടേണ്ട വളരെ ശതമാനം കുറവായിരുന്ന ഒരു ഫീസ് 2023 വർദ്ധിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഇപ്പോൾ ആശ്വാസമായിട്ട് ഒരു 60-50% അങ്ങനെ കുറച്ചു. പിന്നെ നമുക്ക് ഈ പെർമിറ്റ് ഫീസ് ഇളവിനോടൊപ്പം വന്ന മറ്റൊരു ഇളവ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വസ്തുനികുതി അടയ്ക്കുമ്പോൾ ഇനി അത് സാമ്പത്തിക വർഷം ആരംഭത്തിലായ ഏപ്രിൽ 30-നകം നമ്മൾ ആ ഒരു വർഷത്തെ മുഴുവൻ വസ്തുനികുതിയും ഒന്നിച്ച് അടയ്ക്കാന്നുണ്ടെങ്കിൽ അതിൽ 5% ഒരു ഇളവാണ് ഇനി മുതൽ വരിക. അതേപോലെ തന്നെ നമുക്ക് ധനകാര്യ കമ്മീഷൻ്റെയും മുന്നത്തെ ഒരു ആക്ടിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ചിട്ട് വസ്തുനികുതി 5 വർഷം കൂടുമ്പോൾ 25% വർദ്ധിപ്പിക്കണമെന്നാണ്. അത് വർദ്ധിപ്പിക്കാത്ത പക്ഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ടോട്ടൽ ഇങ്ങനെയുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കോവിഡ്, പ്രളയം അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് മൊത്തത്തിലുള്ള ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കൂടുതലും എല്ലാം വെച്ച് 5 വർഷം കൂടുമ്പോൾ 25% വസ്തുനികുതിയിലും എല്ലാം വർധന വരുത്തണമെന്നാണ് ആക്ടിൻ്റെ വ്യവസ്ഥകൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നു. അത് വരുത്തിയില്ല എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഫണ്ട്, ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കൽ, ഗ്രാൻഡ് നൽകുന്നതിൽ വളരെ കുറവ് വരിക, ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദഗതിയിൽ പോവുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഈ 2023-24 ഒരു വർഷത്തിൽ കൂട്ടിയതിൻ്റെ ഉള്ളിൽ കിട്ടിയത് ഏകദേശം 180 കോടി രൂപയോളം 180 കോടി രൂപയാണ് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കെട്ടിട നിർമ്മാണ മേഖലയെ ബാധിച്ചോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലൊക്കെ ആയിട്ട് 3,23,4 ലക്ഷത്തോളം ഉണ്ടായിരുന്ന പെർമിറ്റുകൾ അതൊരു 3.5 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 30,000-ലധികം പെർമിറ്റുകളാണ് ഈ ഒരു കൂട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അത് കോർപ്പറേഷനുകൾക്ക് പോകാന്നുണ്ടെങ്കിൽ 20,000-ലധികമായിട്ട് കൂടി. 2022-23 കാലഘട്ടത്തിനെ അപേക്ഷിച്ച് 20,000-ലധികം പെർമിറ്റുകളാണ് കോർപ്പറേഷനുകളിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് കെട്ടിട നിർമ്മാണ മേഖലയും പെർമിറ്റിന്റെ ലഭ്യതയും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ GMS, K-സ്മാർട്ട് മുതലായവയുടെ ഒരു നല്ല കാര്യക്ഷമമായ പ്രവർത്തനം മൂലം സെൽഫ് സർട്ടിഫിക്കേഷനുള്ള അങ്ങനെയുള്ള പെർമിറ്റുകൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. പിന്നെ നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു പ്രധാന വിഷയം ഇതിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇത് റീഫണ്ട് ചെയ്യും. അതായത് ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതായത് ഇത് വർദ്ധിപ്പിച്ച അത് മുതൽ നമ്മൾ വീടിനും കെട്ടിടത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് പൈസ അടച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഈ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള സംശയമാണ്. അപ്പോൾ എന്തായാലും തിരിച്ചു കിട്ടും.
അതിനുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാനുള്ള ഓൺലൈനായിട്ടുള്ള സൈറ്റിൽ അതിനുള്ള അപ്ഡേറ്റ്സ് വരും, അതിന് ഡേറ്റുകൾ വരും, അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് വരും, ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് തിരിച്ചു കയറും, ബാങ്ക് അക്കൗണ്ട് വഴിയാണോ, നമുക്ക് ഒരിക്കലും നേരിട്ടായിരിക്കില്ല, ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും. അപ്പോൾ നമ്മളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അതാത് നമുക്ക് പെർമിറ്റ് അനുവദിച്ച് ചെയ്യുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെടുക, അവർ വഴി നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതായിരിക്കും. എന്തായാലും തിരിച്ചു കയറും, നമുക്ക് ആ കൊടുത്ത മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ തിരിച്ചു വന്ന് വളരെ നന്നായി. അത് കാരണം നമുക്ക് വളരെ ഒരുപാട് പൈസ അടച്ചവരുണ്ടായിരിക്കും പെർമിറ്റിനൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ആശ്വാസ വാർത്തയാണിത്. അപ്പോൾ നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ 50%, കോർപ്പറേഷനിൽ 60% വരെയാണ് ഇളവ് വരുത്തിയിട്ടുള്ളത്. അത് ഈ 80 വരെയുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസ് വേണ്ട. 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 50 രൂപയിൽ നിന്ന് 25 രൂപ വരെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ 70 രൂപയിൽ നിന്ന് 35 രൂപയും കോർപ്പറേഷനിൽ നിന്ന് 100 രൂപയിൽ നിന്ന് 40 രൂപയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക്, അതായത് 150 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നാം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 300 m² മുകളിൽ വരുമ്പോഴാണ് നല്ലൊരു മാറ്റം വരുന്നത് കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും. അപ്പോൾ പിന്നെ വരുന്നത് നികുതിയിൽ പറഞ്ഞൊരു കാര്യമാണ്. നികുതിയിൽ 5% ഇളവ് നമ്മൾ ഒന്നിച്ച് ഏപ്രിൽ 30 സാമ്പത്തിക വർഷ ആരംഭത്തിൽ തന്നെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിതിനെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു സാധാരണ കണക്കിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇനി നമുക്ക് പഞ്ചായത്തിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് 2323 രൂപയായിരിക്കും. അത് നമ്മൾ മാറി മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3252 രൂപയാണ് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നതിന് നമ്മൾ പെർമിറ്റ് ഫീസായി കൊടുക്കേണ്ടി വരിക. പിന്നെ മാറി ഇത് കോർപ്പറേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 3717 രൂപയാണ് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിന് വരിക. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഏകദേശം എല്ലാവർക്കും നമുക്കൊരു ഏകദേശ ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 2323 രൂപ എന്നുള്ളത് ഇപ്പോൾ വർദ്ധിപ്പിച്ച ഫീസ്, നിലവിൽ നിൽക്കുന്ന ഫീസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഇരട്ടിയാണ് വരിക. പിന്നെ 3252 അതിൻ്റെ ഇരട്ടി, 3717 ഏകദേശം കോർപ്പറേഷനിൽ 7000 രൂപയിലൊക്കെ മേലെ പോകും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പകുതിയായി കുറച്ചിരിക്കുന്നത്. വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക, നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ വീട് നിർമ്മാണത്തെക്കുറിച്ചിട്ട്, വീട് നിർമ്മാണത്തിൽ നമുക്ക് വരുന്ന പിഴവുകൾ അതെങ്ങനെ ഒഴിവാക്കാം, എങ്ങനെയുള്ള മെറ്റീരിയലുകൾ നമുക്ക് വീടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായ പ്രശ്നങ്ങൾ, അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്